കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടത്തിയവരെ മാപ്പുസാക്ഷിയാക്കി ഇ.ഡി. CPM-നെതിരെ വിരുദ്ധ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും വാർത്താക്കുറിപ്പിലൂടെ CPM വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ BJP-ക്കെതിരായ നിലപാടെടുത്തതാണ് ഇ.ഡിയെ ഉപയോഗിച്ച് വേട്ടയാടാൻ കാരണമെന്നതാണ് CPM-ന്റെ വിശദീകരണം. BJP പ്രതിസ്ഥാനത്ത് വരുന്ന കൊടകര കുഴൽപ്പണ കേസും കൊടുങ്ങല്ലൂർ കള്ളനോട്ടടി കേസിലും കേന്ദ്ര ഏജൻസി അന്വേഷണം CPM ആവശ്യപ്പെട്ടിട്ടും കണ്ണടയ്ക്കുകയാണെന്നും CPM വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന 300 കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ CPM-ന്റെ ഉടമസ്ഥതയിലുള്ള 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകളടക്കം 29 കോടി രൂപയുടെ സ്വത്തുക്കളും 8 ബാങ്ക് നിക്ഷേപങ്ങളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. ഇതിൽ 5 ബാങ്ക് അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ തന്നെയുള്ളവയാണ്. കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് പ്രതികളും പാർട്ടിയും സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയ ഇ.ഡി. CPM-നെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷമാണ് കണ്ടുകെട്ടൽ നടപടിയിലേക്ക് കടന്നത്. സി മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.